Hello all, welcome to One's classes. So, നമ്മൾ already discuss ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരള ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ 2019 സ്കീമിലുള്ള സെമസ്റ്റർ 4ൽ വരുന്ന ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിനുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡീറ്റെയിൽ പ്രോഗ്രാം സൊല്യൂഷൻ ആണ്. അപ്പം ഇതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന EET 206 ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് സബ്ജക്റ്റ് ആയിരുന്നു. അപ്പം ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മോഡ്യൂൾ 4ലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, സോ മോഡ്യൂൾ 4ലുള്ള essay questions ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിസൈൻ എ മോഡ് 12 സിങ്ക്രണസ് കൗണ്ടർ യൂസിങ് എ JK ഫ്ലിപ്പ് ഫ്ലോപ്പ്. അതായത് JK ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസ് ചെയ്തിട്ട് ഒരു മോഡ് 12 അസിങ്ക്രണസ് കൗണ്ടേഴ്സ് ആണ് എന്ത് ചെയ്യേണ്ടത്, ഡിസൈൻ ചെയ്യേണ്ടത്. നെക്സ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ്. സോ ഇൻ ടോട്ടൽ 14 മാർക്സ് ആണ് വരുന്നത്. ഈ 14 മാർക്കിൻ്റെ സ്പ്ലിറ്റപ്പ് 8+6 മാർക്കിലാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഡിസൈനകത്ത് അസിങ്ക്രണസ് കൗണ്ടറിൻ്റെ ഡിസൈൻ 8 മാർക്സ്, സെക്കൻഡ് വരുന്ന ഷിഫ്റ്റ് രജിസ്റ്ററിൻ്റെ ഡിസൈൻ എക്സ്പ്ലനേഷൻ 6 മാർക്സ്. ഈ രീതിയിലാണ് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മോഡ് 12 അസിങ്ക്രണസ് കൗണ്ടർ, അതായത് മോഡ് 12 ആയിട്ടുള്ള അസിങ്ക്രണസ് കൗണ്ടറിൻ്റെ ഡിസൈൻ ആണ് ചോദിച്ചിരിക്കുന്നത്. സോ മോഡ് 12 അസിങ്ക്രണസ് കൗണ്ടർ, വട്ട് എവർ ബി ദ കൗണ്ടർ, അസിങ്ക്രണസ് ആണെങ്കിലും സിങ്ക്രണസ് ആണെങ്കിലും നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കൗണ്ടർ ഡിസൈനകത്ത് നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സ് കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്പ് റിക്വയർഡ് ഇസ് നീഡഡ് ടു ബി കാൽക്കുലേറ്റഡ്. സോ നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്പ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2n. ദാറ്റ് ഈസ് ക്യാപിറ്റൽ N ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2n, വേർ ദിസ് ക്യാപിറ്റൽ N കറസ്പോണ്ട്സ് ടു ദ നമ്പർ ഓഫ് സ്റ്റേറ്റ്സ്. അതായത് നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോകുന്ന കൗണ്ടറിൽ എത്ര സ്റ്റേറ്റ് ഉണ്ടോ അതാണ് എന്ത് ക്യാപിറ്റൽ N കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. 2n, വേർ ദി സ്മോൾ n കറസ്പോണ്ട്സ് ടു നമ്പർ ഓഫ് ബിറ്റ്സ്, അതായത് എത്ര ബിറ്റുകളാണ് നമുക്ക് വേണ്ടത് എന്നുള്ളതാണ് മീൻ ചെയ്യുന്നത്. സോ ഓൾറെഡി നമുക്ക് ക്യാപിറ്റൽ എന്ന് അറിയാം. അതായത് ക്വസ്റ്റ്യനിൽ ഡിഫൈൻ ചെയ്യുന്ന മോഡ് 12 ആണ് വേണ്ടത്. മോഡ് 12 മീൻസ് ദർ വിൽ ബി 12 നമ്പർ ഓഫ് സ്റ്റേറ്റ്സ്. 12 സ്റ്റേറ്റ്സ് മീൻസ് സ്റ്റാർട്ടിങ് ഫ്രം 0 to 12 വരെയാണ് റേഞ്ച് ചെയ്യുന്നത്. സോ മോഡ് 12 മീൻസ് നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് ഇസ് 12. ലെസ് ദാൻ ഓർ ഈക്വൽ 2^4. That is means what is the value of n here? n ന്റെ വാല്യൂ എന്താ വേണ്ടത്? If the n value of n is equal to 1, 2^n, 2^1, 2, which is not greater than 12. Again, small n is equal to 2, 2^4, which is not greater than 12. Again, n equal to 3, 2^3, 8. It is not greater than 12. So when n is equal to 4 means 2^4, that is 16. So 16 will be greater than or equal to 12. That means 16 is greater. So we have calculated small n is equal to 4. That is number of bits is equal to 4. When number of bits is equal to 4, that means that number of flip flop equal to 4. അതായത് എത്ര ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ് വേണ്ടത് എന്നുള്ളത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തു. ദാറ്റ് ഈസ് n is equal to 4. അത്രയാണ് നമുക്ക് വേണ്ടത് ഫ്ലിപ്പ് ഫ്ലോപ്സ്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡ്രോ 4 നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്പ്. സോ ഹിയർ ഹാവ് ടേക്കൺ A as MSB and D as LSB. A ആണ് ഇവിടെ എന്ത് മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് ആയിട്ട് എടുത്തിരിക്കുന്നത്. D ആണ് എന്ത് ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് ആയിട്ട് എടുത്തിരിക്കുന്നത്. ദാറ്റ് യു ക്യാൻ ടേക്ക് ആസ് യുവർ വിഷ്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എക്ക് LSBയും ഡിക്ക് MSBയും ആ രീതിയിൽ കൊടുക്കാം. സോ ഹിയർ ഫ്ലിപ്പ് ഫ്ലോപ്പ് 1, ഫ്ലിപ്പ് ഫ്ലോപ്പ് 2, ഫ്ലിപ്പ് ഫ്ലോപ്പ് 3, ദിസ് ഇസ് ഫ്ലിപ്പ് ഫ്ലോപ്പ് 4. 4 ഫ്ലിപ്പ് ഫ്ലോപ്പ് വരച്ചിട്ടുണ്ട്. JK ഫ്ലിപ്പ് ഫ്ലോപ്പ്. സോ ഇൻപുട്ട് ആർ J and K. Output is Q and Q bar. So corresponds to A flip flop JA, KA, QA and QA bar. JB, KB, QB and QB bar. JC, KC, QC and QC bar. JD, KD, QD and QD bar. ഈ രീതിയിൽ 4 ഫ്ലിപ്പ് ഫ്ലോപ്പ് വന്നിട്ടുണ്ട്. So next is we have to apply the clock. So here it is mentioned as asynchronous counters. Asynchronous counter means it is not synchronized, that is clock is not synchronized. Only the clock is given to the first flip flop. അപ്പം ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിനകത്ത് ക്ലോക്ക് കൊടുത്തു. സെക്കൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിനകത്ത് ക്ലോക്ക് വരുന്നത് എന്താണ്? ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ടാണ് സെക്കൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ക്ലോക്ക് ആയിട്ട് വരുന്നത്. അതുപോലെ തേർഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് ക്ലോക്ക് വരുന്നത് സെക്കൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ടാണ്. അതുപോലെ ഫോർത്ത് ഫ്ലിപ്പ് ഫ്ലോപ്പിലോട്ട് ക്ലോക്ക് വരുന്നത് എന്താണ്? തേർഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ടാണ്. അപ്പോൾ ഈ രീതിയിലാണ് എന്ത് വരുന്നത്? അസിങ്ക്രണസ് കൗണ്ടറിലെ ക്ലോക്ക് സിഗ്നൽസ് അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, അഗെയിൻ എപ്പോഴാണ് ഇത് ഔട്ട്പുട്ട് കിട്ടുന്നത് അല്ലെങ്കിൽ QD ബാർ കിട്ടുന്നത്? വെൻ J and K ഈക്വൽ ടു 1. അതായത് Jയും Kയും 1 ആവുന്ന കേസിലാണ് എനിക്ക് എന്ത് കിട്ടുന്നത്? Q ഈക്വൽ ടു 1 and Q bar is equal to 0. So I am going to apply the toggle condition. So JD and KD ഷോർട്ട് ചെയ്തു, ഞാൻ ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. JC KC കണക്ട് ചെയ്തിട്ടുണ്ട്.
JB-KB കണക്ട് ചെയ്തിട്ടുണ്ട്, JA-KA കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതിനെ ഞാനിവിടെ എന്താണ് ഒരു ലോജിക് ഹൈ സിഗ്നൽ ആണ് കൊടുക്കുന്നത്. സോ വെൻ ഐ അപ്ലൈ ലോജിക് ഹൈ സിഗ്നൽ ഓൾ ആർ ടോഗിൾഡ്, അല്ല 4 ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്താണ് ടോഗിൾ ചെയ്തിരിക്കുകയാണ്. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് എപ്പോഴാണ് ഇതിന്റെ ഔട്ട്പുട്ട് അവൈലബിൾ ആവുന്നത്? സിൻസ് ഇറ്റ് ഇസ് എ ഫ്ലിപ്പ് ഫ്ലോപ്പ് ക്ലോക്കഡ് ആണ്, ദാറ്റ് മീൻസ് എപ്പോഴാണ് ക്ലോക്ക് അവൈലബിൾ ആവുന്നത് അപ്പോഴായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, ഇത് ഔട്ട്പുട്ട് അവൈലബിൾ ആവുക, ദാറ്റ് ഇസ് ക്യൂ വാല്യൂവിൽ അവൈലബിൾ ആവുന്നത്. സോ ഇവിടെ എന്താണ് ഫസ്റ്റ് ക്ലോക്കിൽ അപ്ലൈ ചെയ്തു. സോ ഹിയർ JD ആൻഡ് KD ദിസ് ഇസ് ഈക്വൽ ടു ഇത് ക്ലോക്ക്ഡ് ആവും. എന്താണ് സെക്കൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ക്ലോക്ക്ഡ് ആവും. സെക്കൻഡ് ക്ലോക്കിനകത്ത് വരുമ്പോഴാണ് എന്ത് QCയിൽ ഔട്ട്പുട്ട് വരുന്നത്. തേർഡ് ക്ലോക്ക് വരുമ്പോഴാണ് എന്ത് ഫോർത്തിന് ഔട്ട്പുട്ട് വരുന്നത്. ഫോർത്ത് അടുത്ത ക്ലോക്ക് വരുമ്പോഴാണ് എന്ത് ലാസ്റ്റത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിന് ഔട്ട്പുട്ട് വരുന്നത്. അപ്പോൾ ഈ രീതിയിലാണ് ഇത് ക്ലോക്ക് വരുന്നത്. സോ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇതിനകത്ത് പറഞ്ഞിട്ട് മോഡ് 12 വരെ കൗണ്ട് ചെയ്താൽ മതി. മോഡ് 12 വരെ കൗണ്ട് ചെയ്താൽ മതി മീൻസ് സ്റ്റാർട്ടിങ് ഫ്രം 0 ടിൽ ഏത് വരെ പോവും, 11 വരെ പോവും. സോ സ്റ്റാർട്ടിങ് ഫ്രം 0 to 11, 0 എന്താണ് ഒരു കൗണ്ട് ആയിട്ട് എടുക്കുകയാണെങ്കിൽ 0 to 11 മീൻസ് 12 കൗണ്ട് വിൽ ബി ദർ, 12 കൗണ്ട് ഇതിനകത്ത് ഉണ്ടാവും. സോ നെക്സ്റ്റ് പോയിന്റ് ഇസ് വാട്ട് ഹാപ്പൻസ് ഫ്രം 12, എന്താണ് 12, 13, 14 ആൻഡ് 15. ദാറ്റ് മീൻസ് ഇതിനകത്ത് എന്താണ് 4 ഫ്ലിപ്പ് ഫ്ലോപ്പ് എടുത്തു കഴിഞ്ഞാൽ പോസിബിൾ കോമ്പിനേഷൻ 2⁴. ദാറ്റ് മീൻസ് 16 പോസിബിൾ കോമ്പിനേഷൻസ് വിൽ ബി ദർ. സിൻസ് 16 കോമ്പിനേഷൻ ഉണ്ടെങ്കിൽ 0 മുതൽ ഏതുവരെ കൗണ്ട് ചെയ്യും, 15, 1, 5. സോ വാട്ട് ഹാപ്പൻസ് ഫോർ 12, 13, 14 ആൻഡ് 15. 12ഉം 13ഉം 14ഉം 15ഉം വന്നാൽ ഇവിടെ എന്ത് ചെയ്യും എന്നുള്ളതാണ്. സോ വാട്ട് വി നീഡ് ടു ഡു ഇസ് 12th എന്ന് പറയുന്ന കൗണ്ട് എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്പിനും എന്ത് ചെയ്യണം, ക്ലിയർ ചെയ്ത് വെക്കാം. ഓക്കെ, സോ 12th ഫ്ലിപ്പ് ഫ്ലോപ്പ് എത്തിക്കഴിഞ്ഞാൽ എല്ലാത്തിനെയും ക്ലിയർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എന്ത് ക്ലിയർ ഇൻപുട്ട്, CLR, ക്ലിയർ. സോ എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്പിനകത്തും ക്ലിയർ കണക്ട് ചെയ്യണം. എങ്ങനെയാണ് ഈ ക്ലിയർ കണക്ട് ചെയ്യുന്നത്? സോ വെൻ ഇറ്റ് റീച്ചസ് 12ന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന നമ്പർ ആണ് എന്ത് 1100. ദാറ്റ് മീൻസ് MSB ഈസ് A. ഹിയർ വി ഡിഫൈൻഡ് MSB A ആണ്, LSB എന്താണ് D ആണ്. സോ 1100. അപ്പോൾ ഈ രീതിയിലാണ് വരുന്നത്. സോ Aയും Bയും എന്താണ് 11 വരുന്നുണ്ട്, Cയും Dയും എന്താണ് 0 ആണ്. സോ Aയുടെ ഔട്ട്പുട്ട് എടുത്തു, QA എടുത്തു, അതുപോലെ തന്നെ B ദാറ്റ് ഈസ് QB എടുത്തു. അത് രണ്ടും കൂടി ഞാൻ എന്താണ് ഇവിടെ ഒരു NAND ഗേറ്റിലോട്ടാണ് കൊടുത്തിരിക്കുന്നത്. സോ വാട്ട് ഹാപ്പൻസ്, ഇത് NAND ഗേറ്റിലോട്ട് കൊടുക്കുമ്പോൾ എന്ത് വരും, ദിസ് ബിക്കംസ് 1 ആൻഡ് ദിസ് ബിക്കംസ് 1. അതായത് എന്താണ് ഈ പറയുന്ന 12 എന്ന് പറയുന്ന പോയിന്റ് എത്തുമ്പം ഈ രണ്ട് ഇൻപുട്ട്സും എന്തായി, ഹൈ ആയി. രണ്ട് ഇൻപുട്ടും ഹൈ ആവുമ്പം NAND ഗേറ്റിന്റെ ഔട്ട്പുട്ട് എന്ത് വരും, ഇറ്റ് വിൽ ബി ലോ. ഈ ആക്റ്റീവ് ലോ സിഗ്നൽ ആണ് എങ്ങോട്ട് കൊടുക്കുന്നത്, എല്ലാ ക്ലിയറിലോട്ടും അപ്ലൈ ചെയ്തല്ല, എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ക്ലിയറിലോട്ടും അപ്ലൈ ചെയ്യുന്നത്. ഈ ക്ലിയർ ഇൻപുട്ട് അപ്ലൈ ചെയ്താൽ എന്ത് വരും, ഓൾ ദ ഫ്ലിപ്പ് ഫ്ലോപ്സ് വിൽ ബി ക്ലിയർഡ്. എന്താണ് അതിന്റെ ഔട്ട്പുട്ട്സ് ക്ലിയർഡ് ആയിട്ട് എന്ത് കിട്ടും, 0000 എന്നുള്ള കൗണ്ട് കിട്ടും. സോ നമുക്ക് ഇതിനകത്ത് നിന്ന് ഔട്ട്പുട്ട് എന്താണ്, QD എന്ന് പറയുന്ന പോയിന്റിന് ഔട്ട്പുട്ട് കിട്ടും, QC എന്ന് പറയുന്ന പോയിന്റിന് ഔട്ട്പുട്ട് കിട്ടും, QB എന്ന് പറയുന്ന പോയിന്റിന് ഔട്ട്പുട്ട് കിട്ടും, അതുപോലെ തന്നെ QA എന്ന് പറയുന്ന പോയിന്റിന് ഔട്ട്പുട്ട് കിട്ടും. സോ ഈ ഔട്ട്പുട്ട് എന്ന് പറയുന്നതാണ് ഫ്രം 00 സ്റ്റാർട്ടിങ് ഫ്രം ഫസ്റ്റ് കൗണ്ട് എന്താ 0000, നെക്സ്റ്റ് കൗണ്ട് 0001, തേർഡ് അടുത്ത ക്ലോക്ക് വരുമ്പോൾ എന്താണ് 10, നെക്സ്റ്റ് ക്ലോക്ക് വരുമ്പം 0011, അടുത്ത ക്ലോക്ക് വരുമ്പോൾ എന്താണ് 0100, നെക്സ്റ്റ് 0101, നെക്സ്റ്റ് 0110, 0111, നെക്സ്റ്റ് അത് കഴിഞ്ഞാൽ എന്തെങ്കിലും 1000, 1001 വരും. അടുത്ത കൗണ്ട് വരുന്നത് 1010, 10 എത്തി, 1011, 11 എത്തി. 12th കൗണ്ട് വരുമ്പോൾ എന്താവും, ദാറ്റ് ഗോസ് ടു 00. അപ്പോൾ ഈ രീതിയിലാണ് വരുന്നത്. ദാറ്റ് ഈസ് ഫസ്റ്റ് ക്ലോക്ക് വരുമ്പോൾ 00, അതായത് QA, QB, QC, QD 0 ആയിരിക്കും. നെക്സ്റ്റ് ക്ലോക്ക് വരുമ്പം 0001 വരും, നെക്സ്റ്റ് ക്ലോക്ക് വരുമ്പോൾ 0010 വരും, അടുത്ത ക്ലോക്ക് വരുമ്പോൾ 0011. അപ്പോൾ ഈ രീതിയിൽ ഫസ്റ്റ് ക്ലോക്ക് പൾസ് നമ്മൾ വരയ്ക്കും. ക്ലോക്ക് പൾസ് വരച്ചു കഴിഞ്ഞാൽ താഴെ എന്ത് വരയ്ക്കും, നമ്മളുടെ യു ക്യാൻ ഡ്രോ QA വരയ്ക്കാം. QA വരയ്ക്കുമ്പം ആദ്യം എന്താണ് ഇതിനകത്ത് പൊസിഷൻ മാർക്ക് ചെയ്ത് വെക്കുക. പൊസിഷൻ മാർക്ക് ചെയ്താൽ നിങ്ങൾക്ക് എളുപ്പമുണ്ടാവും. അതെന്താണ് A, B, C ആൻഡ് D. സോ ഇനീഷ്യലി ഫസ്റ്റ് എന്താണ് A 0 ആണ്, അപ്പോൾ Aയുടെ ക്ലോക്ക് എന്താണ് ലോയിൽ വെക്കുക, Bയുടെ ക്ലോക്ക് ലോയിലാണ്, അതിൻ്റെ താഴെ QB വരയ്ക്കുക, QB ലോയിലാണ്. Cയുടെ ക്ലോക്ക് Cയും ലോ ആണ്, അപ്പോൾ Cയുടെ ക്ലോക്കും 0യിൽ വെക്കുക. ഡിയിലും എന്താണ് ഡിയിൽ ഇവിടെ ഹൈ വന്നു, അപ്പോൾ എന്താണ് D മാത്രം ഒരു ഹൈ പൾസ് വരയ്ക്കും. നെക്സ്റ്റത്തെ ക്ലോക്ക് വരുമ്പോൾ എന്താണ്
സ്റ്റിൽ എയും ബിയും 0 ആണ്. സി മാത്രം എന്ത് വരും, ഹൈയിലോട്ട് വരും. ഡി എന്താണ്, പ്രീവിയസ്ലി ഹൈ ഉണ്ടായിരുന്നത് ലോയിലോട്ട് വരും. അപ്പോൾ ഈ രീതിയിലാണ് ഇത് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. സോ അത് വരച്ചു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ടൈമിംഗ് ഡയഗ്രാം. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. സോ ഇതിനകത്ത് പറയുന്നത് 8 മാർക്സ് ആണ്. അതിനകത്ത് 6 മാർക്കാണ് ഈ എക്സ്പ്ലനേഷൻ ഉള്ളത്. 6 മാർക്ക് എക്സ്പ്ലനേഷൻ ഉണ്ട്. ഈ ടൈമിംഗ് ഡയഗ്രാം എന്ന് പറയുന്നത് എന്താണ്, ഈ പറയുന്ന ക്ലോക്ക് പൾസ് വെച്ചിട്ട് വരയ്ക്കുന്നതിനാണ് എന്ത് ബാക്കി 2 മാർക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ക്ലോക്ക് പൾസ് വരയ്ക്കുന്നത് എളുപ്പമാണ്. ഫസ്റ്റ് ക്ലോക്ക് വരയ്ക്കുക, പിന്നെ QA വരയ്ക്കുക. QA വരയ്ക്കുമ്പോൾ എന്താണ്, ഇനീഷ്യലി അതിൻ്റെ പൊസിഷൻ നോക്കിയിട്ട് എന്താണ് ലോയിലും ഹൈയിലും സെറ്റ് ചെയ്യുക. അപ്പോൾ അത് വരച്ച് കഴിഞ്ഞാൽ എന്താണ്, യു വിൽ ഗെറ്റ് 2 മാർക്സ്. അപ്പോൾ അങ്ങനെയാണ് 6 + 2 8 മാർക്സ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ് ആണ് ക്വസ്റ്റ്യനകത്ത് ചോദിച്ചിരിക്കുന്നത്. സോ ഷിഫ്റ്റ് രജിസ്റ്റർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് 4 ടൈപ്സ് ഓഫ് രജിസ്റ്റേഴ്സ് ആണുള്ളത്. സീരിയൽ ഇൻ ആൻഡ് സീരിയൽ ഔട്ട്, അതായത് ഡാറ്റ എയ്തർ സീരിയലി കൊടുക്കാം, പാരലലിയും കൊടുക്കാം. അതുപോലെ തന്നെ ഔട്ട്പുട്ട് എടുക്കുന്നത് എന്താണ്, പാരലലി ഇൻപുട്ട് കൊടുക്കാം, പാരലലി ഔട്ട്പുട്ട് എടുക്കാം. സോ എന്താണ് 4 പോസിബിൾ കോമ്പിനേഷൻസ് വരുന്നത്. സീരിയൽ ഇൻ serial out, that is SISO. Next, serial in parallel out, SIPO. Next, parallel in serial out, that is PISO. Next, parallel in parallel out, PIPO. അപ്പോൾ ഈ 4 ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ് ആണ് ക്വസ്റ്റ്യനകത്ത് ചോദിച്ചിരിക്കുന്നത്. സോ 6 മാർക്സ് ആണ് വരുന്നത്. ദാറ്റ് ഇസ് 1.5 മാർക്ക് ഇൻറ്റു 4 ആണ് സ്പ്ലിറ്റ്. അപ്പോൾ അതായത് ഒരു ഷിഫ്റ്റ് രജിസ്റ്ററിന് 1.5 മാർക്ക്. സോ 1.5 മാർക്ക് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഡയഗ്രാം വരയ്ക്കുക, അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ഒരു ബ്രീഫ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ മതി. ബിക്കോസ് എന്താണ് 1.5 മാർക്കേ അതിനകത്തുള്ളൂ. അതുപോലെ തന്നെ അടുത്ത് വരയ്ക്കാം. സോ ഇവിടെ ഫസ്റ്റ് വരച്ചിരിക്കുന്നത് നോക്കാം. ഫസ്റ്റ് എന്താണ് സീരിയൽ ഇൻ സീരിയൽ ഔട്ട്, അതായത് സീരിയലി ഡാറ്റ ഇൻപുട്ട് ചെയ്യുന്നു, സീരിയലി ഡാറ്റ ഔട്ട്പുട്ട് ചെയ്യുന്നു. അപ്പോൾ എന്താണ് ഇവിടെ നോക്കാം, ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഇവിടെ 3 ബിറ്റിൻ്റെയാണ് വരച്ചിരിക്കുന്നത്, 3 ബിറ്റിൻ്റെയാണ് വരച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് 3 ഫ്ലിപ്പ് ഫ്ലോപ്പ് വന്നു. അതിനകത്ത് എന്താണ് എല്ലാത്തിൻ്റെയും ക്ലോക്ക് എന്താണ് ഇവിടെ സിങ്ക്രണൈസ്ഡ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത്. ഡാറ്റ സീരിയലി ഇനാണ് ഇൻ ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിനകത്ത് ഡാറ്റ ഇൻപുട്ട് ചെയ്തു. ഇനി എന്താണ് അതിൻ്റെ ഔട്ട്പുട്ടാണ് അടുത്ത ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത്. അടുത്ത ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ടാണ് എന്താ തൊട്ടടുത്ത ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത്. അറ്റ് ദ എൻഡ് ആണ് എന്ത് ഡാറ്റ ഔട്ട്പുട്ട് ചെയ്യുന്നത്. ഇവിടെ ഒരു ഡാറ്റ ഇൻപുട്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്പിലൂടെ അത് ട്രാവൽ ചെയ്ത് ഫൈനലി മാത്രമേ എന്ത് കിട്ടുള്ളൂ, നമുക്ക് ഔട്ട്പുട്ട് കിട്ടുള്ളൂ. സോ ഇറ്റ് മീൻസ് ദാറ്റ് ഡാറ്റ സീരിയലി ഇൻപുട്ട് ചെയ്യുന്നു, ഔട്ട്പുട്ട് ചെയ്യുന്നത് എന്താണ് സീരിയലിയാണ് ഔട്ട്പുട്ട്. ഏതാണ് സീരിയൽ ഇൻ സീരിയൽ ഔട്ട് ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ്. അപ്പം ഇതിനകത്തായിരിക്കും എന്ത് നമ്പർ ഓഫ് ക്ലോക്സ് റിക്വയർ കൂടുതൽ വരുന്നത്. അതൊരു ഡാറ്റ ഇവിടെ കൊടുത്ത ഡാറ്റ ഇവിടെ എത്തണമെങ്കിൽ എന്താണ് എത്ര ഫ്ലിപ്പ് ഫ്ലോപ്സ് ഉണ്ടോ അത്രത്തോളം ക്ലോക്ക് അപ്ലൈ ചെയ്താൽ മാത്രമേ എന്ത് കിട്ടുള്ളൂ, നമുക്ക് ഇവിടെ ഒരു ഇൻപുട്ട് കൊടുത്തു. ഫസ്റ്റ് എന്താണ് ഇത് ക്ലോക്ക്ഡ് ആണ്, അതുകൊണ്ട് ഔട്ട്പുട്ട് കിട്ടും. ഇവിടെ എന്താണ് അടുത്ത ക്ലോക്ക് വരുമ്പോഴേ ഇത് കിട്ടുള്ളൂ. ആ രീതിയിലേക്കാണ് വരുന്നത്. ദാറ്റ് ഈസ് സീരിയൽ ഇൻ സീരിയൽ ഔട്ട് ഷിഫ്റ്റ് രജിസ്റ്റർ. നെക്സ്റ്റ് വരുന്നതാണ് എന്ത് സീരിയൽ ഇൻ പാരലൽ ഔട്ട്. എന്താണ് ഡാറ്റ സീരിയലി ഇൻ ചെയ്യുന്നു, പക്ഷെ ഔട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് പാരലലി ആണ് നടക്കുന്നത്. അതായത് എന്താണ് ഫോർ എക്സാമ്പിൾ എനിക്ക് സെൻഡ് ചെയ്യേണ്ട ഡാറ്റ 1010 ആണെങ്കിൽ ഇതാണ് ഇങ്ങോട്ട് കൊടുക്കുന്നത്. ഇവിടെ എന്താണ് 1010 എന്നുള്ള ഡാറ്റയാണ് ഇവിടെ ഇൻപുട്ട് കൊടുക്കുന്നത്. ഔട്ട്പുട്ട് എന്താണ് Q3യുടെ Q1ൻ്റെ Q0ൻ്റെ. അപ്പോൾ ഇവിടെയാണ് എന്ത് കിട്ടുന്നത് ഔട്ട്പുട്ട്. ഡാറ്റ ഇൻപുട്ട് ചെയ്യുന്നത് സീരിയലി ആണ്, ഔട്ട്പുട്ട് ചെയ്യുന്നതാണ് എങ്ങനെ പാരലലി ഔട്ട് ചെയ്യുന്നു. അതാണ് എന്ത് സീരിയൽ ഇൻ പാരലൽ ഔട്ട് ഷിഫ്റ്റ് രജിസ്റ്റർ. നെക്സ്റ്റ് വരുന്നതാണ് എന്ത് പാരലൽ ഇൻ സീരിയൽ ഔട്ട്. ഇത് മാത്രമാണ് ഒരു ഇത്തിരി ശ്രദ്ധിക്കേണ്ട പാരലൽ ഇൻ സീരിയൽ ഔട്ട്. പാരലൽ ഇൻ സീരിയൽ ഔട്ട് എന്ന് പറയുന്നത് ഫസ്റ്റ് എന്താണ് കണ്ടന്റ് മനസ്സിലാക്കുക. എന്താണ് ഡാറ്റ പാരലലി ഇൻപുട്ട് ചെയ്യുന്നു, സീരിയലി ഔട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ എഗെയിൻ എന്താണ് ഇവിടെ 4 ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പം ഇവിടെ ഇൻപുട്ട് ചെയ്യേണ്ട ഡാറ്റ എന്താണ് പാരലലി ഇൻപുട്ട് ചെയ്യണം, അതുപോലെ സീരിയലി ഔട്ട്പുട്ട് ചെയ്യണം. അപ്പോൾ പാരലലി എന്താണ് ഡാറ്റ ഇവിടെ ഇൻപുട്ട് ചെയ്യുന്നത് എന്താണ് ഇതിലൂടെ ഞാൻ എന്ത് ചെയ്തു ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിന് ഡാറ്റ ഇൻപുട്ട് ചെയ്തു. നെക്സ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിന് എന്താണ് പാരലലി ഇൻപുട്ട് ചെയ്യണമെങ്കിൽ പാരലലായിട്ട് ഇതിലൂടെ ഇൻപുട്ട് ചെയ്യണം. പക്ഷേ എന്താണ് ഔട്ട്പുട്ട് കൊടുക്കുന്നത് സീരിയലി ഔട്ട്പുട്ട് ചെയ്യണം. അപ്പോൾ എന്താണ് നമുക്ക് വരയ്ക്കുമ്പം ഈ രീതിയിൽ എളുപ്പത്തിൽ വരയ്ക്കാൻ പറ്റില്ല. അപ്പം അത് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ എന്താണ് ഒരു കൺട്രോൾ സിഗ്നൽ യൂസ് ചെയ്യും. ആ കൺട്രോൾ സിഗ്നലിനെയാണ് ഷിഫ്റ്റ് ഓർ ലോഡ് എന്ന് പറയുന്നത്. ഷിഫ്റ്റ് ഓർ ലോഡ്. അപ്പോൾ എന്താണ് ഇവിടെ ഡാറ്റ ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഒരെണ്ണം വർക്ക് ചെയ്യും, അതുപോലെ തന്നെ ഔട്ട് ചെയ്യണമെങ്കിൽ എന്താണ് വേറൊരെണ്ണം വർക്ക് ചെയ്യും. അങ്ങനെയാണ് വരുന്നത്. ഫോർ എക്സാമ്പിൾ എനിക്ക് എന്താണ് ഡാറ്റ ഇവിടെ ലോഡ് ചെയ്യണം. ഇവിടെ നോക്കുക എന്താണ് 2 NAND ഗേറ്റ് കൊടുത്തിട്ടുണ്ട്, ഓർ ചെയ്തിട്ടാണ് ഡിയിലോട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ നോക്കുക ഇൻപുട്ട് എന്താണ് ഇതാണ് എന്ത് വരുന്നത് എനിക്ക് ഡാറ്റ ഇൻപുട്ട് ചെയ്യാനുള്ളത് വരുന്നത്. ഡാറ്റ
ഇൻപുട്ട് ചെയ്യുന്നത് ഈ രീതിയിൽ, അതായത് പാരലലി ഇൻപുട്ട് ചെയ്യുക, അതായത് എന്താണ് ലോഡ് ചെയ്യുക. അതിനകത്ത് ലോഡ് ചെയ്യണമെങ്കിൽ അതിൻ്റെ സെക്കൻഡ് ഇൻപുട്ട് എങ്ങോട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? ഈ പറയുന്ന നോട്ട് ഗേറ്റിലോട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതായത് ഈ ഷിഫ്റ്റ് ബാർ, എന്താണ് ഷിഫ്റ്റ് ബാർ ഹൈ ആവുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? പാരലലി ഡാറ്റ എനിക്ക് ഇതിനകത്തോട്ട് ലോഡ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ഇവിടെ 1 ആണെങ്കിൽ മാത്രമേ എന്ത് വരുള്ളൂ? ഈ നാൻഡ് ഗേറ്റ് വർക്ക് ചെയ്തിട്ട് ഇവിടെ എനിക്ക് എന്ത് വരുള്ളൂ? ആ പാരലലി ഡാറ്റ ഇൻപുട്ട് ചെയ്യാൻ പറ്റുള്ളൂ. സിമിലർലി ഇവിടെയും 1 ആണ്, എന്നാൽ മാത്രമേ എന്താണ് ഈ ഡാറ്റ എനിക്ക് ഇൻപുട്ട് ചെയ്യാൻ പറ്റുള്ളൂ. സിമിലർലി ഇവിടെയും 1 ആണെങ്കിൽ മാത്രമേ എന്താണ് എനിക്ക് ഡാറ്റ ഇൻപുട്ട് ചെയ്യാൻ പറ്റുള്ളൂ. സോ വെൻ ഷിഫ്റ്റ് ബാർ എന്ന് പറയുന്നത് എന്താണ്? ഹൈ ആവണം എന്നുണ്ടെങ്കിൽ എന്താണ് ഇവിടെ കൊടുക്കുന്ന സിഗ്നൽ 0 ആണെങ്കിൽ നോട്ടിൻ്റെ അപ്പുറത്ത് എന്ത് വരും? ഹൈ വരും. അപ്പോൾ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? എനിക്ക് ഡാറ്റ പാരലലി ഇൻ ചെയ്യാൻ പറ്റുള്ളൂ, ദാറ്റ് ഈസ് ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി എന്ത് ചെയ്യണം? ഔട്ട് ചെയ്യണം. അതായത് എന്താണ് ഇവിടെ നിന്നുള്ളത് ഇങ്ങനെ അടുത്തോട്ട് സീരിയലി ഔട്ട് ചെയ്തുകൊണ്ട് പോകണം. അതായത് എന്താണ്? ഫോർ എക്സാമ്പിൾ ക്യൂവിൽ ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ട്, ഫോർ എക്സാമ്പിൾ Q1. ഈ Q1 എന്ത് വേണം? അടുത്ത ഡിയിലോട്ട് ഇൻപുട്ട് ആയിട്ട് കൊടുക്കണം. അതെങ്ങനെ കൊടുക്കും? അത് കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഷിഫ്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഹൈ ആവുന്ന കേസിലാണ് എന്ത് ചെയ്യുന്നത്? സീരിയലി ഡാറ്റ ഔട്ട് ചെയ്യാൻ പറ്റുന്നത്. എഗെയിൻ ഇവിടെ നോക്കാം, 1 കണക്ട് ചെയ്യുമ്പോൾ എന്താണ്? ഈ നാൻഡ് ഗേറ്റിന് ഇൻപുട്ട് 1, ഈ നാൻഡ് ഗേറ്റിന് ഇൻപുട്ട് 1, ഈ ഒരു നാൻഡ് ഗേറ്റിൻ്റെ ഒരു ഇൻപുട്ട് 1. അഗെയിൻ ഡാറ്റയും വരുന്നുണ്ട്. സോ എന്ത് വരും? ഈ Q1 നേരെ ഇങ്ങോട്ട് വന്നു, Q1 കിട്ടി. ഈ Q2 നേരെ ഇങ്ങോട്ട് വന്നു, ഇവിടെ Q2 കിട്ടി. അഗെയിൻ Q3 ഈ പോയിന്റിലൂടെ വന്നു, Q3 കിട്ടി. സോ ഈ പറയുന്ന ഷിഫ്റ്റ് അല്ലെങ്കിൽ ലോഡ് യൂസ് ചെയ്തിട്ടാണ് ഡാറ്റ എന്ത് ചെയ്യുന്നത്? പാരലലി ലോഡ് ചെയ്യുന്നതും സീരിയലി ഔട്ട് ചെയ്യുന്നതും. ഡാറ്റ പാരലലി ഇൻപുട്ട് ചെയ്യാൻ ഈ പറയുന്ന ഷിഫ്റ്റ് ബാർ എന്ന് പറയുന്നത് എന്ത് വേണം? ഹൈ വരണം. അതായത് എന്താണ്? നോട്ടിൻ്റെ ഔട്ട്പുട്ടാണ് ഹൈ വരേണ്ടത്. അതുപോലെ തന്നെ സീരിയലി ഔട്ട് ചെയ്യാൻ എന്ത് വേണം? നമ്മളുടെ ഷിഫ്റ്റ് ബാർ എന്ന് പറയുന്നത് 0 ആവണം, അല്ലെങ്കിൽ അതിന് മുന്നിൽ വരുന്നത് എന്തായിരിക്കണം? ഹൈ ആയിരിക്കണം. ആ പോയിന്റ് ആകുമ്പോഴാണ് എന്ത്? ഡാറ്റ എനിക്ക് സീരിയലി ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നത്. അതാണ് എന്ത്? പാരലൽ ഇൻ സീരിയൽ ഔട്ട് ഷിഫ്റ്റ് രജിസ്റ്റർ. നെക്സ്റ്റ് വൺ വരുന്നതാണ് എന്ത്? പാരലൽ ഇൻ പാരലൽ ഔട്ട്. സോ അത് അഗെയിൻ സിമ്പിൾ ആണ്. എന്താണ്? ഡാറ്റ പാരലലി ഇൻപുട്ട് ചെയ്യുക, പാരലലി ഔട്ട് ചെയ്യുക. അതെന്താണ്? ഓരോ ഫ്ലിപ്പ് ഫ്ലോപ്പിനും ഇൻപുട്ട് ആയിട്ട് കൊടുത്തു. ഇവിടെ എന്താണ്? ഇൻപുട്ട്സ് കൊടുത്തു, തേർഡിന് ഇൻപുട്ട് കൊടുത്തു, ഫോർത്തിന് ഇൻപുട്ട് കൊടുത്തു. ഔട്ട്പുട്ട് എവിടെ നിന്ന് എടുക്കുന്നത്? ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ട് എടുത്തു, സെക്കൻഡിൻ്റെ ഔട്ട്പുട്ട് എടുത്തു, തേർഡിൻ്റെ ഔട്ട്പുട്ട് എടുത്തു, ഫോർത്തിൻ്റെ ഔട്ട്പുട്ട് എടുത്തു. സോ ഡാറ്റ ഇസ് ഇൻപുട്ടിങ് ഇൻ പാരലൽ. ഡാറ്റ ഇൻപുട്ട് ചെയ്യുന്നത് പാരലൽ ആണ്, ഔട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? പാരലലി ആണ്. അപ്പോൾ ഈ രീതിയിലാണ് എന്ത് വരുന്നത്? പാരലൽ ഇൻ പാരലൽ ഔട്ട് ഷിഫ്റ്റ് രജിസ്റ്റർ വരുന്നത്. അപ്പം നിങ്ങൾക്ക് ഇതിനകത്ത് ജസ്റ്റ് ഫിഗർ മാത്രം വരച്ചാൽ തന്നെ ഓൾമോസ്റ്റ് 1 മാർക്ക് കിട്ടി. അപ്പോൾ എന്താണ്? 1 + 1 + 1 + 1 4 മാർക്ക് ജസ്റ്റ് ഫിഗർ മാത്രം. 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യന് സിംപ്ലി ഈ പറയുന്ന ഡയഗ്രാം വരച്ചാൽ തന്നെ നിങ്ങൾക്ക് എന്ത് കിട്ടും? 1 മാർക്ക് കിട്ടും. സോ ഇങ്ങനത്തെ സബ്ജക്ട്സ് ജനറലി അറ്റ്ലീസ്റ്റ് പഠിക്കാൻ കൂടുതൽ ടോപ്പിക്സ് ഉണ്ടെങ്കിൽ കൂടി ജസ്റ്റ് ഫിഗേഴ്സ് എങ്കിലും അറ്റ്ലീസ്റ്റ് പഠിച്ച് വെച്ച് കഴിഞ്ഞാൽ ആ ഫിഗറിന് എന്താണ്? ഓൾമോസ്റ്റ് 50% മാർക്ക് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. ഓക്കെ, സോ അതെന്താണ്? ഈസിലി നിങ്ങൾക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്യും. ആ മോഡ്യൂളിൽ വരുന്ന നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, നേരത്തെ പറഞ്ഞത് മോഡ് 12 അസിൻക്രണസ് കൗണ്ടർ ആണ്. ഇനി വരുന്നതാണ് മോഡ് സിൻക്രണസ് കൗണ്ടർ. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു ഐഡിയ കിട്ടും. എന്തായാലും മോഡ്യൂൾ 4-നകത്ത് എന്താണ്? കൗണ്ടറിൻ്റെ ക്വസ്റ്റ്യൻ ഷുവർ ആയിട്ട് വരും. അതിനകത്ത് ഈ പറയുന്ന നമ്പർ മാത്രമേ ഡിഫറൻസ് ഉണ്ടാവുള്ളൂ. മോഡ് 12, മോഡ് 9, മോഡ് 8. അഗെയിൻ എന്താണ്? സിൻക്രണസ് അല്ലെങ്കിൽ അസിൻക്രണസ്. ആ രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. പറഞ്ഞിരിക്കുന്ന ടി ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസ് ചെയ്തിട്ടാണ് ഡെവലപ്പ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ കൂടെ വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ JK ഫ്ലിപ്പ് ഫ്ലോപ്പിനെ ടി ആയിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള മെത്തേഡ്. സോ ഇത് അഗെയിൻ 14 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ 10 + 4 എന്നുള്ള രീതിയിലാണ് ഇതിൻ്റെ സ്പ്ലിറ്റപ്പ് വന്നിരിക്കുന്നത്. 10 മാർക്ക് എ ക്വസ്റ്റ്യന്, 4 മാർക്ക് ബി ക്വസ്റ്റ്യന്. അപ്പോൾ നോക്കാം. പറഞ്ഞു ഏത് കൗണ്ടർ ആണെങ്കിലും ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്പ് കണ്ടുപിടിക്കാം. നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്പ് കണ്ടുപിടിക്കാനുള്ള തമ്പ് റൂൾ എന്ന് പറയുന്നതാണ് capital N less than or equal 2 raised to small n. That means capital N number of states ആണ് less than or equal 2 raised to n, where this n corresponds to number of flip flop. അപ്പോൾ എന്താണ് ഇവിടെ number of states എന്നുണ്ട് 14, less than or equal 2 raised to n. അപ്പോൾ ഈ n എന്ത് വരണം? n 3 വന്നാൽ 2 raised to 3 8 പറ്റില്ല. n 4 വന്നു 2 raised to 4 16. അപ്പോൾ എന്തായി? ഗ്രേറ്റർ ദാൻ ആയി. That means that number of flip flop required is 4. അപ്പോൾ എന്താണ്? 4 ഫ്ലിപ്പ് ഫ്ലോപ്പ് റിക്വയർ ചെയ്യണം എന്നുള്ള ഒരു ഐഡിയ കിട്ടി. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ തന്നെ ഈ 10 മാർക്കിനകത്ത് നിങ്ങൾക്ക് എന്താണ്? ഒരു 0.5 മാർക്ക് കിട്ടി. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് സ്റ്റെപ്പ് 2. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഡയഗ്രാം വരയ്ക്കുക. ഈ സ്റ്റേറ്റ് ഡയഗ്രാം എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് വരച്ചാൽ തന്നെ നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടും. അപ്പോൾ എന്താണ് ഈ ഡയഗ്രാം എന്ന് പറയുന്നത്? സ്റ്റേറ്റ് ഡയഗ്രാം എന്താണ്? സ്റ്റേറ്റ്സ് കണക്ട് ചെയ്യുന്ന ഡയഗ്രാമാണ് സ്റ്റേറ്റ് ഡയഗ്രാം. ഇനീഷ്യലി അതിൻ്റെ സ്റ്റേറ്റ് എന്താണ്? 0 എന്ന സ്റ്റേറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. 0 എന്ന സ്റ്റേറ്റിൽ എന്താണ്? 1 എത്തും. 1 നിന്ന് എന്താണ്? 2-ലോട്ട് എത്തും, അതാണ് 1. പിന്നെ 2-ലോട്ട് എത്തി, 2 നിന്ന് 3-ലോട്ട് എത്തി, 3 നിന്ന് 4, 5, 6.
7, 8, 9, 10, 11, 12, 13. 13 എങ്ങോട്ടാണ് വരുന്നത്? അഗെയിൻ 0, 0, 0, 0 വരുന്നത്. അതിൻ്റെ മീനിങ് എന്താ? 14 ആണ് കൗണ്ടർ. മോഡ് 14 എന്ന് പറയുമ്പോൾ മൊത്തം 14 സ്റ്റേറ്റേ പാടുള്ളൂ. അപ്പോൾ എന്താണ്? 0 ഒരു സ്റ്റേറ്റ് ആയിട്ട് കിടക്കുകയാണെങ്കിൽ 0 മുതൽ എന്താണ് 13ാമത്തെ ഡെസിമൽ വരെയുള്ള സ്റ്റേറ്റുകളെ ഉണ്ടാവുള്ളൂ. അതാണ് 0 to 13 നമ്മൾ എടുക്കുന്നത്. 13 എന്താണ്? 0, 0, 0, 0 എത്തി. അപ്പം ഇത് വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടിയും? 1 മാർക്ക് കിട്ടി. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഏത് ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത് അതിൻ്റെ എക്സൈറ്റേഷൻ ടേബിൾ എഴുതുക. അതിൻ്റെ എക്സൈറ്റേഷൻ ടേബിൾ എഴുതി കഴിഞ്ഞാൽ എഗെയിൻ എന്താണ്? യു വിൽ ഗെറ്റ് 1 more മാർക്ക്. അപ്പോൾ എന്താണ്? 1 മാർക്ക് കൂടി കിട്ടും. ഓക്കെ, അപ്പോൾ അതിനകത്ത് എന്താണ്? എക്സൈറ്റേഷൻ ടേബിളിനകത്ത് പ്രസൻറ്റ് സ്റ്റേറ്റും നെക്സ്റ്റ് സ്റ്റേറ്റ്, ഇവിടെ പി എസ് എന്ന് പറയുന്നത് പ്രസൻറ്റ് സ്റ്റേറ്റ് ആണ്, എൻ എസ് എന്ന് പറയുന്നത് നെക്സ്റ്റ് സ്റ്റേറ്റ് ആണ്, റിക്വയർഡ് ഇൻപുട്ട് ആണ് നമ്മുടെ എന്ത് ടീനകത്ത് വേണ്ടി കൊടുക്കാൻ പോകുന്നത്. അപ്പം കേസ് നോക്കാം. എന്താണ്? ഇനീഷ്യലി പ്രസൻറ്റ് സ്റ്റേറ്റിൽ 0 ആണ്, അടുത്ത സ്റ്റേറ്റിൽ അത് 0 തന്നെ വരണം എന്നുണ്ടെങ്കിൽ എന്താണ്? ടോഗിൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ ടോഗിൾ ഇൻപുട്ട് 1 കൊടുത്തു കഴിഞ്ഞാൽ എന്താവും? 1 0 ആവും, 0 1 ആവും. ഇവിടെ എന്താണ്? മാറണ്ട, സെയിം തന്നെ കിട്ടിയാൽ മതി. അപ്പോൾ എന്താണ്? ടോഗിളിൽ നമ്മളൊന്നും കൊടുക്കുന്നില്ല, 0 തന്നെ കൊടുത്തു. അടുത്തത് എന്താണ്? 0ൽ നിന്ന് 1 ആവണം. 0ൽ നിന്ന് 1 ആവണമെങ്കിൽ എന്താണ്? അവിടെ ടോഗിളിങ് നടന്നു. ടോഗിളിങ് നടക്കണമെങ്കിൽ ടി എന്ത് കൊടുക്കണം? 1 കൊടുക്കണം. നെക്സ്റ്റ് 1ൽ നിന്ന് 0 ആയി കഴിഞ്ഞാൽ എഗെയിൻ ടോഗിളിങ് നടന്നു അവിടെ. അപ്പോൾ എന്താണ്? ടി 1 ആയാലേ അത് സംഭവിക്കുള്ളൂ. നെക്സ്റ്റ് 1ൽ നിന്ന് 1 തന്നെ ചേഞ്ച് ഇല്ല. അപ്പോൾ എന്താണ്? ടോഗിൾ ഒന്നും തന്നെ കൊടുക്കണ്ട. അപ്പം ഇതാണ് എന്ത്? ടി ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ എക്സൈറ്റേഷൻ ടേബിൾ. ഈ എക്സൈറ്റേഷൻ ടേബിളിന് 1 മാർക്ക് ഉണ്ട്. ഓക്കെ, സോ ഈ എക്സൈറ്റേഷൻ ടേബിളും നമുക്കറിയുന്ന സ്റ്റേറ്റ്സും ഉപയോഗിച്ചിട്ട് നെക്സ്റ്റ് എന്ത് വരയ്ക്കണം? സ്റ്റേറ്റ് ടേബിൾ കൺസ്ട്രക്ട് ചെയ്യണം. സ്റ്റേറ്റ് ടേബിൾ എന്ന് പറയുന്നതാണ് അടുത്ത സ്റ്റെപ്പ്. ഇതിനകത്ത് എന്താണ്? പ്രസൻറ്റ് സ്റ്റേറ്റ് ഉണ്ട്, നെക്സ്റ്റ് സ്റ്റേറ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ്? പ്രസൻറ്റ് സ്റ്റേറ്റ്, നെക്സ്റ്റ് സ്റ്റേറ്റ്, അതുപോലെ തന്നെ അടുത്ത കോളം വരുന്നതാണ് എന്ത്? റിക്വയർഡ് ഇൻപുട്ട്. പ്രസൻറ്റ് സ്റ്റേറ്റ്, നെക്സ്റ്റ് സ്റ്റേറ്റ്, റിക്വയർഡ് ഇൻപുട്ട്. പ്രസൻറ്റ് സ്റ്റേറ്റിനകത്ത് 4 ഫ്ലിപ്പ് ഫ്ലോപ്പാണ് നമ്മളെടുത്ത്. Q4, Q3, Q2, Q1. നെക്സ്റ്റ് സ്റ്റേറ്റ് എന്ത് വരും? Q4 ഡാഷ് എഴുതി, Q3 ഡാഷ്, Q2 ഡാഷ്, Q1 ഡാഷ്. അപ്പോൾ എന്താണ്? ഇനീഷ്യലി 0 മുതൽ നമ്മളിവിടെ വരച്ചിരിക്കുന്ന അതേപോലെ എഴുതി. ഫസ്റ്റ് എന്താണ്? 0, 0, 0, 0 എന്ന് തുടങ്ങി. അവിടുന്ന് നെക്സ്റ്റ് സ്റ്റേറ്റ് വരുന്നത് എന്താണ്? 0, 0, 0, 1. അതായത് 0ൽ നിന്നും 1ലോട്ട് കൗണ്ട് ചെയ്തു. അപ്പോൾ എന്താണ്? ഇവിടെ 0, 0, 0, 0 അതിനെന്താണ്? 1ലോട്ട് കൗണ്ട് ചെയ്തിട്ട് 0, 0, 0, 1ലോട്ട് കൗണ്ട് ചെയ്തു. അതുപോലെ അടുത്തെന്താണ്? 0, 0, 0, 1ൽ നിന്ന് 2ലോട്ട് കൗണ്ട് ചെയ്തു. നെക്സ്റ്റ് 2ൽ നിന്ന് 3ലോട്ട് കൗണ്ട് ചെയ്തു. നെക്സ്റ്റ് എന്താണ്? 3ൽ നിന്ന് 4, 4ൽ നിന്ന് നെക്സ്റ്റ് സ്റ്റേറ്റ് എന്താണ്? 5 ആയി. 5ൽ നിന്ന് എന്തായി? 6 വന്നു. 6ൽ നിന്ന് 7ലോട്ട് വന്നു. 7ൽ നിന്ന് 8ലോട്ട് വന്നു. 8ൽ നിന്ന് 9ലോട്ട് വന്നു. 9 to 10, 10ൽ നിന്ന് 11, 11 നിന്ന് 12, 12ൽ നിന്ന് 13 വന്നു. നെക്സ്റ്റ് അടുത്ത സ്റ്റേറ്റ് 13 എങ്ങോട്ട് പോകണം? 12. നമ്മുടെ നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് 14 ഉള്ളൂ. 0ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് 13th വന്നാൽ എന്ത് വേണം? അത് അഗെയിൻ 0ലോട്ട് പോകണം. അതാണ് ഇവിടെ എന്ത്? 0, 0, 0, 0 എന്ന് മാർക്ക് ചെയ്തത്. അപ്പോൾ ഇതാണ് എന്ത്? ട്രാൻസിഷൻസ്. ഒരു സ്റ്റേറ്റിൽ നിന്നും അടുത്ത സ്റ്റേറ്റിലോട്ടുള്ള ട്രാൻസിഷൻ. ഇനി നെക്സ്റ്റ് എന്താണ്? ഈ ട്രാൻസിഷൻ നടക്കാനായിട്ടുള്ള ഇൻപുട്സ് എന്ത് കൊടുക്കണം? അതായത് ടി ഫ്ലിപ്പ് ഫ്ലോപ്സ്, ഓരോ ടി ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെയും ഇൻപുട്സ് എന്ത് കൊടുക്കണം എന്നുള്ളതാണ് നെക്സ്റ്റ് പോയിന്റ്. ദാറ്റ് ഈസ് T4 4 ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉള്ളത് കൊണ്ട് എന്താണ്? 4 ഇൻപുട്സ്. T4, T3, T2, T1. ഇത് നമ്മൾ എഴുതുന്നത് തൊട്ട് മുമ്പ് എഴുതിയ എക്സൈറ്റേഷൻ ടേബിളിനെ ബേസ് ചെയ്തിട്ടാണ്. ദാറ്റ് ഈസ് ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കുക, Q4 ഇവിടെ ഇനീഷ്യലി 0 ആണ്. Q4 ബാർ ഇവിടെ എന്താണ്? 0 ആണ്. അപ്പോൾ 0ൽ നിന്ന് 0ലോട്ട് ചാടാൻ എന്ത് വേണം? ടോഗിൾ ഒന്നും വേണ്ട, സെയിം ഇൻപുട്ട് എന്താണ്? 0 തന്നെ കൊടുത്താൽ മതി. അപ്പോൾ ഇതാണ് ഇവിടെ T4ന് ഞാനിവിടെ 0 കൊടുത്ത്. അടുത്തത് T3 0 ആണ്. Q3 0 ആണ്. Q3 ഡാഷും 0 ആണ്. സെയിം സ്റ്റേറ്റ് ആയതുകൊണ്ട് ടോഗിൾ ഒന്നും കൊടുക്കണ്ട. Q2 ഡാഷ് സെയിം ആയതുകൊണ്ട് ടോഗിൾ ഒന്നും വേണ്ട. Q1 ഡാഷ് അഗെയിൻ 1 ആയതുകൊണ്ട് എന്താണ്? അവിടെ എന്ത് ചെയ്തു? ഒരു ചേഞ്ച് വന്നു. 0ൽ നിന്ന് 1 ആയി. അപ്പോൾ എന്ത് കൊടുക്കണം? ടോഗിൾ കൊടുക്കണം. ആ രീതിയിൽ അടുത്തത് നോക്കാം. അപ്പോൾ എന്താണ്? ഇവിടെ 0, 0. അപ്പോൾ എന്താണ്? 0 വന്നു. 0, 0. ഇവിടെ എന്താണ്? 0 വന്നു. 0 ഇന്ന് ഇവിടെ 1 വന്നപ്പോൾ എന്തായി? അവിടെ ഒരു ടോഗിൾ സംഭവിച്ചു. അപ്പോൾ ഇവിടെ എന്ത് വന്നു? 1 വന്നു. 1ൽ നിന്ന് 0. അഗെയിൻ അവിടെ ഒരു എന്ത് വന്നു? അഗെയിൻ അവിടെ ഒരു ട്രാൻസിഷൻ വന്നു. 1 വന്നു. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ഈ ഒരു ടേബിൾ ഫില്ല് ചെയ്യുന്നത്. ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് ഒന്ന് നോക്കാം. പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. നിങ്ങൾ തന്നെ ഒന്ന് ട്രൈ ഔട്ട് ചെയ്യുക. അപ്പം എന്നാൽ മാത്രമേ അത് കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ജസ്റ്റ് ഇവിടെ എഴുതിയിട്ടുണ്ട്, അത് ചെക്ക് ചെയ്യുക. ഈ രീതിയിൽ എന്താണ്? ടി റിക്വയർഡ് ഇൻപുട്സ് എല്ലാം തന്നെ കിട്ടി.
അപ്പോൾ വൺസ് ടി ഇൻപുട്സ് റിക്വയർഡ് എല്ലാം തന്നെ കിട്ടിക്കഴിഞ്ഞാൽ ഈ ടേബിളിന് നിങ്ങൾക്ക് ഓൾമോസ്റ്റ് കിട്ടുന്നത് എഗെയിൻ എന്താണ് 2 മാർക്സ് എന്താണ് ഈ ടേബിളിൽ നിന്ന് കിട്ടും. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നതാണ് എന്ത്, നമ്മളുടെ കെ മാപ്പ് റിഡക്ഷൻ. ഇത് യൂസ് ചെയ്തിട്ട് കെ മാപ്പ് റിഡ്യൂസ് ചെയ്യുക. ദാറ്റ് ഈസ് കറസ്പോണ്ടിങ് ടു T4. ഈ T4 കോളത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ എഴുതണം. സിമിലർലി T3, T2, T1. ഇപ്പോൾ T4ന് എഴുതാൻ ഞാനിവിടെ എന്ത് എഴുത്തു, നമുക്ക് വരുന്നത് പോസിബിൾ 4 വേരിയബിൾ വരുന്നത് കൊണ്ട് തന്നെ കെ മാപ്പ് എന്താണ് 2⁴, 16 സ്ക്വയേഴ്സ് ഉള്ള കെ മാപ്പാണ് വരുന്നത്. അപ്പോൾ എന്തെടുത്തു ഞാൻ ഫസ്റ്റ് ഇവിടെ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് T4ൻ്റെ ആണ്. ഇപ്പോൾ T4 നോക്കുകയാണെങ്കിൽ എവിടെയാണോ 1 വരുന്നത് അത് മാത്രം മാപ്പ് ചെയ്യുക. ഓക്കെ, സോ 1 വരുന്നത് എന്താണ് കറസ്പോണ്ടിങ് ടു 0, 1, 2, 3, 4, 5, 6, 7. 7ൽ എന്ത് ചെയ്തു, ഞാൻ ഇവിടെ 1 മാർക്ക് ചെയ്തു. നെക്സ്റ്റ് 8, 9, 10, 11, 12, 13ത്തിലും എന്ത് വരുന്നുണ്ട്, 1 വരുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ള സ്റ്റേറ്റ്സ് ഒന്നും നമ്മൾ എഴുതിയിട്ടില്ല. ദാറ്റ് ഈസ് 14 and 15 സ്റ്റേറ്റ് ഉണ്ട്. അപ്പോൾ എന്ത് വരും, അത് വന്നാലും വന്നില്ലെങ്കിലും എന്താണ് നമ്മളത് ബോദർ ചെയ്യുന്നില്ല. അപ്പോൾ അതെന്ത് വന്നാലും എന്താണ് ഇവിടെ 0. അപ്പോൾ എന്താണ് ഇവിടെ ഡോണ്ട് കെയർ കണ്ടീഷൻസ് ആണ് വരിക. സോ ഡോണ്ട് കെയർ കണ്ടീഷൻസ് ആയതുകൊണ്ട് 14ലും 15ലും ഞാൻ എന്ത് ചെയ്തു, ഇവിടെ ഡോണ്ട് കെയർ ഇവിടെ മാർക്ക് ചെയ്തു. 14 and 15 ഡോണ്ട് കെയർസ് മാർക്ക് ചെയ്തു. നെക്സ്റ്റ് പോയിന്റ് എന്ത് ചെയ്യണം, ഇതിനെ റെഡ്യൂസ് ചെയ്യണം. ഇതിനെ റെഡ്യൂസ് ചെയ്യാൻ എന്ത് ചെയ്തു, ഞാൻ എന്തെടുത്തു, ഈ ഒരു സെല്ലെടുത്തു, 2 പെയർ എടുത്തു. അതുപോലെ തന്നെ ഈ പെയർ ഞാൻ കൺസിഡർ ചെയ്തു. സോ 2 പെയർ വന്നു, ഈ പെയറിന് കറസ്പോണ്ടിങ് ഇക്വേഷൻ എഴുതി. സോ ഫസ്റ്റ് പെയർ നോക്കുകയാണെങ്കിൽ എന്താണ് ഈ കോളോ വരുന്നത്, ഈ കോളത്തിന് എൻട്രി എന്താണ് 1, 1 കറസ്പോണ്ടിങ് ടു Q1, Q2. പിന്നെ വരുന്നത് എന്താണ്, ഈ 2 എണ്ണമാണ് വരുന്നത്. എന്താണ് ഇതിന് രണ്ടിനും കോമൺ ആയിട്ട് വരുന്ന എലമെന്റ് ഏതാണ്, 1 ആണ് വരുന്നത്. ദാറ്റ് ഈസ് Q4. അപ്പോൾ എന്താണ് Q1, Q2, Q4. അപ്പോൾ എന്താണ് Q1 വന്നു, Q2 വന്നു, Q4. Q1, Q2, Q4 ഇവിടെ കറക്റ്റ് ചെയ്യുക. Q1, Q2, Q4. അതുപോലെ അടുത്തത് എന്താണ്, ഈ ഒരു എൻട്രി എടുക്കുക, ഈ ഒരു പെയർ. ഈ പെയർ എടുക്കുമ്പോൾ അതിനകത്ത് 1, 1 വരുന്നത്. ദാറ്റ് ഈസ് Q3, Q4. Q3, Q4 എടുത്തു. പിന്നെ വരുന്നത് ഏതാണ്, ഈ 2 കോളത്തിനും കോമൺ ആയിട്ട് വരുന്നത് ഏതാ, സെക്കൻഡ് വൺ മീൻസ് Q2 ആണ്. അപ്പോൾ Q3, Q4, Q2. അപ്പോൾ രണ്ടും എന്ത് ചെയ്യണം, ഓർ ചെയ്ത് പ്ലസ് ഫസ്റ്റ് ടേം പ്ലസ് സെക്കൻഡ് ടേം. ഈ രീതിയിൽ T3 ഞാനിവിടെ മാപ്പ് ചെയ്തു. ഈ T3 മാപ്പ് ചെയ്തതാണ് ഇവിടെ കാണുന്നത്. ഈ T3 മാപ്പ് ചെയ്തപ്പോൾ എന്തെടുത്തു, ഇതുപോലെ 0, 1, 2, 3ൽ ഞാൻ മാർക്ക് ചെയ്തു. 4, 5, 6, 7ൽ ഞാൻ മാർക്ക് ചെയ്തു. 7, 8, 9, 10, 11, 12, 13. അപ്പോൾ എന്താണ് 11ലും മാർക്ക് ചെയ്തു, 13ലും മാർക്ക് ചെയ്തു. 14 and 15 എന്താണ് ഡോണ്ട് കെയർ. അപ്പോൾ 14ഉം 15ഉം ഞാനിവിടെ ഡോണ്ട് കെയർ ആയിട്ട് മാർക്ക് ചെയ്തു. ഇനി എന്താണ് അതിനെ പെയർ ചെയ്യുക. അപ്പോൾ പെയർ ചെയ്യുമ്പോൾ എന്താണ് ഇവിടെ എനിക്കൊരു ക്വാഡ് കിട്ടി, 4 എണ്ണമുള്ള ഒരു ക്വാഡ് കിട്ടി. അതുപോലെ തന്നെ പിന്നെ എനിക്കൊരു പെയറും കിട്ടി. അപ്പോൾ ക്വാഡിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് വരും, ഈ ഒരെണ്ണം മാത്രമേ വരുള്ളൂ. ഇത് വരുന്ന ഈ ഒരു എൻട്രീസ് ഒക്കെ എന്താണ് ക്യാൻസൽഡ് ഔട്ട് ആവും. ദാറ്റ് ഈസ് Q1ഉം Q2ഉം. ദാറ്റ് ഈസ് ഫസ്റ്റ് ടേം എന്താണ് Q1, Q2. നെക്സ്റ്റ് ടേം എന്താണ് ഈ ഒരു പെർട്ടിക്കുലർ റോ എടുക്കുക. ദാറ്റ് ഈസ് തേർഡ് റോ എന്താണ് 1, 2. ദാറ്റ് ഈസ് Q3, Q4. Q3, Q4ഉം പിന്നെ വരുന്നത് കോമൺ ആയിട്ട് വരുന്ന സെക്കൻഡ് വൺ ദാറ്റ് ഈസ് Q2. അപ്പോൾ Q2, Q3, Q4 ആണ് അടുത്ത എൻട്രി. ഈ രീതിയിൽ എന്താണ് T3 കണ്ടുപിടിക്കുക. അപ്പോൾ T3 കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് Q2, Q3 ബാർ പ്ലസ് Q1, Q2. T1 ഇതിനകത്ത് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, ഇല്ല. എല്ലാ എൻട്രീസും എന്താണ് 1 ആണ്. എല്ലാ എൻട്രിയും 1 ആയി കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്, ആ T ഇൻപുട്ട് T1ൽ ഓൾവേസ് 1 ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഈ രീതിയിൽ എന്ത് ചെയ്യണം, ഈ കിട്ടിയ എക്സ്പ്രഷനെ ഇതിൻ്റെ കൂട്ടത്തിൽ T1 കൂടി എഴുതുക. T1 = 1. അപ്പം ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അഗെയിൻ എന്താണ് 2 മാർക്സ് ഇതിനകത്ത് കിട്ടി. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ആ സർക്യൂട്ട് വരയ്ക്കുക. അപ്പോൾ എന്താണ് 4 ഫ്ലിപ്പ് ഫ്ലോപ്പ് വരച്ചു. ഇത് T ഫ്ലിപ്പ് ഫ്ലോപ്പ് 4, ഫ്ലിപ്പ് ഫ്ലോപ്പ് 3, ഫ്ലിപ്പ് ഫ്ലോപ്പ് 2 ആൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പ് 1. ഈ രീതിയിൽ എന്താണ് 4 ഫ്ലിപ്പ് ഫ്ലോപ്പ് വരച്ചു. ഫ്ലിപ്പ് ഫ്ലോപ്പ് വരച്ചു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ എന്താണ്, സിങ്ക്രണസ് കൗണ്ടർ ആണ്. സിങ്ക്രണസ് കൗണ്ടർ ആയതുകൊണ്ട് എല്ലാത്തിൻ്റെയും ക്ലോക്ക് എന്താണ് ഒരു കോമൺ ക്ലോക്കിലോട്ട് കണക്ട് ചെയ്തു. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്, ഈ പറയുന്ന T4 ഇൻപുട്ടിലോട്ട് വരേണ്ടത് Q1, Q2, Q4. അതായത് Q1 ഔട്ട്പുട്ട്, അതായത് എന്താണ് ഈ പറയുന്ന ലാസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ട്, അതുപോലെ Q2 സെക്കൻഡിൻ്റെ, ഫോർത്തിൻ്റെ, ഇത് 4ഉം കൂടി എന്ത് ചെയ്യുക, ആൻഡ് ചെയ്യുക. അതുപോലെ Q2, Q3, Q4 ആൻഡ് ചെയ്യുക. അത് ഓർ ചെയ്യുന്നതാണ് ഇവിടെ കൊടുക്കുന്നത് T4ലോട്ട് കൊടുക്കുന്നത്. അതുപോലെ T3യും T2ഉം കണ്ടുപിടിക്കുക. സിമ്പിളായിട്ട് നമുക്ക് എടുക്കാം. ഓരോ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ടിലും Q വാല്യൂസും Q ബാറും വരുന്നുണ്ടാവും. അപ്പോൾ ഏതിൻ്റെ Q ആണോ വന്നിരിക്കുന്നത് അതെടുത്തിട്ട് എന്താണ് ആൻഡ് ചെയ്യുക. എന്നിട്ട് അതിനെ എന്ത് ചെയ്യുക, ഓർ ചെയ്യുക.
അപ്പോൾ എന്തായി ഓർ ചെയ്ത് കിട്ടി. അപ്പോൾ ഓർ ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ അതിന് എന്ത് ചെയ്യുക, പിന്നെ ഓരോ ഇൻപുട്ടിലോട്ട് കണക്ട് ചെയ്ത് ഇവിടെ നോക്കാം. T1 ഇവിടെ 1 ഞാൻ കൊടുത്തിട്ടുണ്ട്, T2 ഒരു വാല്യൂ വരുന്നുണ്ട്, T3 വരുന്നുണ്ട്, T4 വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ വന്നിരിക്കുന്ന എക്സ്പ്രഷനെ ബേസ് ചെയ്തിട്ട് ഈ സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യുക. സർക്യൂട്ട് വരച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കിയുള്ള മാർക്സ് കിട്ടും. അപ്പോൾ ഈ രീതിയിലാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യേണ്ടത്. സോ ഇതിന് 10 മാർക്സ് ആണ്. അപ്പോൾ നേരത്തെ ക്വസ്റ്റ്യനെ വെച്ചിട്ട് എന്താണ് കുറച്ചുകൂടി വെയിറ്റേജ് കൂടുതലുള്ളതാണ്. അപ്പോൾ കുറച്ചുകൂടി കൺസേൺ ചെയ്തിട്ട് ഈ ഒരു ടോപ്പിക്ക് പഠിക്കാൻ നോക്കുക. അപ്പം ഇത് ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ 1-2 പ്രോബ്ലംസ് നിങ്ങൾക്ക് തന്നെ വർക്കൗട്ട് ചെയ്യാം. അപ്പോൾ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് ഷുവർ ആയിട്ട് എന്താണ് ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഒരു ഡൗട്ടും ഇല്ലാതെ സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതിനകത്ത് വരുന്നത് എന്താണ്, ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കൺവേർട്ട് JK ഫ്ലിപ്പ് ഫ്ലോപ്പ് ഇൻറ്റു T ഫ്ലിപ്പ് ഫ്ലോപ്പ്. അതായത് JK ഫ്ലിപ്പ് ഫ്ലോപ്പിനെ T ഫ്ലിപ്പ് ഫ്ലോപ്പ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ JK ഫ്ലിപ്പ് ഫ്ലോപ്പിനെ T ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ എന്ത് വേണം, 2 ടേബിൾസ് ഇതിനകത്ത് മസ്റ്റാണ്. അതെന്താണ്, ക്യാരക്ടറിസ്റ്റിക് ടേബിൾ, ഏത് ഫ്ലിപ്പ് ഫ്ലോപ്പാണോ കൺവേർട്ട് ചെയ്യുന്നത് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ടേബിൾ, അതുപോലെ തന്നെ എക്സൈറ്റേഷൻ ടേബിളും, ക്യാരക്ടറിസ്റ്റിക് ടേബിളും എക്സൈറ്റേഷൻ ടേബിളും മസ്റ്റാണ്. അപ്പോൾ എന്താണ് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത് JK ഫ്ലിപ്പ് ഫ്ലോപ്പിനെ Tയിലോട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഏത് ഫ്ലിപ്പ് ഫ്ലോപ്പാണ് കൺവേർട്ട് ചെയ്യുന്നത് അതിൻ്റെ എക്സൈറ്റേഷൻ ടേബിളാണ് വേണ്ടത്. ഏത് ഫ്ലിപ്പ് ഫ്ലോപ്പിലോട്ടാണ് കൺവേർട്ട് ചെയ്തത് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ടേബിളാണ് വേണ്ടത്. സോ ക്യാരക്ടറിസ്റ്റിക് ടേബിളും എക്സൈറ്റേഷൻ ടേബിളും ഇവിടെ എന്താണ് സിംഗിൾ 1 ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ക്യാരക്ടറിസ്റ്റിക് ടേബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, T ഇൻപുട്ട്സ് ഉണ്ട്, പ്രസൻറ്റ് ഇൻപുട്ട് ഉണ്ട്, നെക്സ്റ്റ് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തായിരിക്കും, അതെങ്ങനെ ബിഹേവ് ചെയ്യും, അതാണ് T വാല്യൂവും Q വാല്യൂവും കൊടുത്താൽ എന്താണ് Qn+1 വാല്യൂസ്. ഇനി എക്സൈറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രസൻറ്റ് ഇൻപുട്ട്സ് 2 ഉണ്ട്, പ്രസൻറ്റും ഉണ്ട് നെക്സ്റ്റും ഉണ്ട്. അതിൻ്റെ ബേസിസിൽ എന്ത് വേണം, ഇൻപുട്ട്സ് എന്തൊക്കെയാണ് Jയും Kയിലും എന്താ കൊടുക്കേണ്ടത്, അതാണ് ഇവിടെ Jയിലും Kയിലും കൊടുക്കേണ്ടത്. അപ്പോൾ ആ രീതിയിലാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അത് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം ഞാൻ. ഇവിടെ നോക്കാം എന്താണ്, ഫസ്റ്റ് Tയും Qn ഉള്ളൂ എന്ന് കൺസിഡർ ചെയ്യുക. അതായത് ഈ ഒരു പോർഷൻ ഇല്ല. സോ പോസിബിൾ കോമ്പിനേഷൻ 0 0 0 1 1 0 1 1 4 കോമ്പിനേഷൻ വന്നു. അപ്പോൾ ഇവിടെ എന്താണ്, ഫസ്റ്റ് 0യിൽ നിന്നും 0ലോട്ട് വരണം. അപ്പോൾ എന്താണ്, സ്റ്റേറ്റ് സെയിം തന്നെയാണ്, ടോഗിൾ ചെയ്യുന്നില്ല. അപ്പോൾ എന്താണ് നെക്സ്റ്റ് സ്റ്റേറ്റ് 0 ആണ്. ടോഗിൾ ഇല്ല, പ്രസൻറ്റ് സ്റ്റേറ്റ് എന്താണ് 1 ആണ്. അപ്പോൾ എന്താണ് കണ്ടിന്യൂ ചെയ്യും സെയിം തന്നെ. ടോഗിൾ ഉണ്ട്, ഇൻപുട്ട് 0, പ്രസൻറ്റ് സ്റ്റേറ്റ് 0 ആണ്. അപ്പോൾ എന്ത് ചെയ്യും, ഷിഫ്റ്റ് ചെയ്യണം. അപ്പോൾ എന്ത് വരും, 0യിൽ നിന്ന് അതെന്തായി 1 ആയിട്ട് മാറി. നെക്സ്റ്റ് ടോഗിൾ ഉണ്ട്, പ്രസൻറ്റ് ഇൻപുട്ട് 1 ആണ്. അപ്പോൾ എന്താവും 1ൽ നിന്ന് എഗെയിൻ ഇത് ടോഗിൾ ചെയ്തിട്ട് എന്തായി 0 ആയിട്ട് മാറി. അപ്പോൾ ഈ രീതിയിലാണ് എന്ത് വരുന്നത്, നമ്മളുടെ ഏതിൻ്റെ ഈ പറയുന്ന T ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ടേബിൾ. നെക്സ്റ്റ് വേണ്ടത് എന്താണ്, ഏത് ഫ്ലിപ്പ് ഫ്ലോപ്പാണോ കൺവേർട്ട് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ എക്സൈറ്റേഷൻ. എക്സൈറ്റേഷൻ എന്ന് പറയുമ്പോൾ പ്രസൻറ്റും നെക്സ്റ്റും ഉണ്ട്. എക്സൈറ്റ് എന്ത് ചെയ്യണം, ഇൻപുട്ട്സ് എന്ത് കൊടുക്കണം എന്നുള്ളത്. സോ Qn ആൻഡ് Qn+1 0 കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് വേണം, പ്രസൻറ്റ് സ്റ്റേറ്റ് 0 ആണ്, നെക്സ്റ്റ് സ്റ്റേറ്റ് 0 ആണെങ്കിൽ 2 പോസിബിൾ കോമ്പിനേഷൻ ഉണ്ട്. സെയിം സ്റ്റേറ്റ് തന്നെ കണ്ടിന്യൂ ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, റീസെറ്റും ചെയ്യാം. റീസെറ്റ് എന്താണ്, K ആണ് റീസെറ്റ് ഓപ്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ റീസെറ്റ് ഇത് 0യും ആവാം 1ഉം ആവാം. 0 ആയാലും കുഴപ്പമില്ല, 1 ആയാലും കുഴപ്പമില്ല. അതാണ് ഇവിടെ എന്താ ഡോണ്ട് കെയർ ആയിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നത്. അടുത്തത് എന്താണ്, പ്രസൻറ്റ് സ്റ്റേറ്റ് 1 ആണ്, നെക്സ്റ്റ് സ്റ്റേറ്റും എന്താണ് 1 തന്നെയാണ് വരുന്നത്. അപ്പോൾ 2 രീതിയിൽ വരാം. എഗെയിൻ എന്താണ് സെയിം സ്റ്റേറ്റിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു. അപ്പോൾ നോ ചേഞ്ച് വരുമ്പോൾ എന്താ 0 0 വരാം, Jയും Kയും 0 0 വരാം. നെക്സ്റ്റ് എന്താണ്, നെക്സ്റ്റ് സ്റ്റേറ്റ് 1 വരണമെന്നുണ്ടെങ്കിൽ സെറ്റിംഗ് ഓപ്പറേഷൻ വേണം. സെറ്റിംഗ് ആരാ ചെയ്യുന്നത്, J. സോ J 1 ആവാം 0 ആവാം. അതാണ് ഇവിടെ എന്താ ഡോണ്ട് കെയർ ആയിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നത്. അതുപോലെ അടുത്തതും മാർക്ക് ചെയ്തു. അപ്പോൾ എന്ത് വരും, 1 ഡോണ്ട് കെയറും വന്നു, ഡോണ്ട് കെയർ 1ഉം വന്നു. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് കിട്ടി. ഇനി നെക്സ്റ്റ് എന്താണ്, ഇത് ഉപയോഗിച്ചിട്ട് K മാപ്പ് ഉണ്ടാക്കുക. K മാപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, അതിനകത്ത് നോക്കുക, Tയും Qnഉം എടുത്തു. 2 വേരിയബിൾ ആയതുകൊണ്ട് എന്താണ് 4 സ്ക്വയേഴ്സേ വരുള്ളൂ. അപ്പോൾ അതിനകത്ത് മാപ്പ് ചെയ്യുമ്പോൾ എന്താണ് Tയും Qnഉം ഫസ്റ്റ് കറസ്പോണ്ടിങ് ടു ഇവിടെ എന്തൊക്കെയാണ് വന്നിരിക്കുന്നത്, ഫസ്റ്റ് നമ്മൾ Jയും Kയും ആണ് കണ്ടുപിടിക്കുന്നത്. ഫസ്റ്റ് ഇസ് J, സെക്കൻഡ് ഇസ് K. അതായത് Jയുടെ കോളം എടുത്തു. എന്തൊക്കെയാണ് വരുന്നത്, Jയുടെ കോളം മാത്രം കൺസിഡർ ചെയ്യുക. അതിനകത്ത് എന്താ വന്നിരിക്കുന്നത് നോക്കുക. ഫസ്റ്റ് എൻട്രി 0 ആണ്, അപ്പോൾ ഇവിടെ 0 വന്നു. സെക്കൻഡ് എൻട്രി ഡോണ്ട് കെയർ ആണ്, ഡോണ്ട് കെയർ വന്നു. തേർഡ് എൻട്രി 1 വന്നു, ഫോർത്ത് ഡോണ്ട് കെയർ വന്നു. അപ്പോൾ എന്താണ് 1ൻ്റെ കൂടെയാണ് നമുക്ക് പെയർ ചെയ്യേണ്ടത്. ഇപ്പോൾ ഇവിടെ ഒരു 1 ഉള്ളൂ. അപ്പോൾ എന്താണ് ഇത് ഞാൻ പെയർ ചെയ്തു. അപ്പോൾ ഇത് പെയർ ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും, T = 1 എന്ന് വന്നു. T = 1 എന്നുള്ളതാണ് എനിക്ക് വന്നിരിക്കുന്നത്. അതെന്താണ് J ആണ് കണ്ടുപിടിക്കുന്നത് അല്ലേ. T = എന്ത് വന്നു, ഈ പറയുന്ന
വാല്യൂ. അതെന്താണ്? ജെ ഈക്വൽ ടി എന്നുള്ളത് വന്നു. നെക്സ്റ്റ് ഇതുപോലെ കെ മാപ്പ് ചെയ്യുമ്പോൾ എന്ത് വന്നു? ഈ ഒരു കോളം കൊടുത്തു ഡോൺ കെയർ 0, ദറ്റ് ഈസ് ഡോൺ കെയർ 0. നെക്സ്റ്റ് എന്താ? ഡോൺ കെയർ 1, ഡോൺ കെയർ 1. അപ്പോൾ ഈ ഡോൺ കെയറും 1ഉം കൂടി എന്ത് ചെയ്തു? ഞാൻ പെയർ ചെയ്തു. ഇത് പെയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? അഗെയിൻ കെ ഈക്വൽ ടി ഈക്വൽ 1 എന്ന് വന്നു. അതിൻ്റെ മീനിങ് എന്താണ്? ജെയും കെയും ഈക്വൽ ആണ്. അതെന്ന് പറയുന്നത് എന്ത് വരും? ഈസ് ഈക്വൽ ടു 1. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യാണ്? ജെയും കെയും സെയിം ആണ്. എന്തുമായിട്ട് ഈക്വൽ വരുന്നത്? ടിയുമായിട്ടാണ് ഈക്വൽ വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഓൾറെഡി ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണുള്ളത്, അതിനെയാണ് ടി ആയിട്ട് കൺവേർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പ് വരച്ചു, ജെ കെ ഇൻപുട്ട് വെച്ചു, ക്യു എൻ ബാർ വരച്ചു, ക്ലോക്ക് ഉണ്ട്. അപ്പോൾ ജെ ഇൻപുട്ടിനെയും കെ ഇൻപുട്ടിനെയും ഷോർട്ട് ചെയ്തിട്ട് എന്തെടുത്തു? ടി ഇവിടെ വരച്ചു. അപ്പം ഇതാണ് എന്ത്? ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പിനെ ടി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഡയഗ്രാം. സോ ദിസ് ഇസ് ദ കൺവേർഷൻ ഫോർ ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പ് ഇൻ ടു ടി ഫ്ലിപ്പ് ഫ്ലോപ്പ്. അതായത് ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പിനെ ടി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് ഈ ഒരു രീതിയിലാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സ്പ്ലിറ്റപ്പ് എന്ന് പറയുന്നത് വരുന്നത് ബൂളിയൻ എക്സ്പ്രഷന് 2 മാർക്കും ഡയഗ്രത്തിന് 2 മാർക്കുമാണ് വരുന്നത്. അപ്പോൾ ബൂളിയൻ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഈ പറയുന്ന ടേബിൾ വരച്ചിട്ട് ഈ എക്സ്പ്രഷൻ ജെ ഈക്വൽ കെ ഈക്വൽ ടി എന്ന് എഴുതുന്നതാണ് 2 മാർക്ക്. ഡയഗ്രാം വരച്ചാൽ 2 മാർക്ക്. സോ 2 + 2 4 മാർക്സ് ആണ് വരുന്നത്. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ അടുത്ത ക്വസ്റ്റ്യനകത്ത് 2 പാർട്ടായിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓൾമോസ്റ്റ് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. 4th മോഡ്യൂളിൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ, അതായത് 4th മോഡ്യൂൾ ഷുവർ ആയിട്ട് ഒരു കൗണ്ടറിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതുപോലെ തന്നെ എന്താണ്? ഈ കൺവേർഷൻ ബേസ് രജിസ്റ്റേഴ്സിനെ ബേസ് ചെയ്തിട്ടും ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. സോ കൗണ്ടർ എന്ന് പറയുന്നത് സിങ്ക്രണസ് കൗണ്ടറും വരാം, അസിങ്ക്രണസ് കൗണ്ടറും വരാം. അതിനകത്ത് മോഡ്സ് മാറ്റിയിട്ട് ചോദിക്കാം. അതുപോലെ തന്നെ സ്പെസിഫിക് ആയിട്ട് കുറച്ച് സ്റ്റേറ്റ്സ് തന്നിട്ട്, ഫോർ എക്സാമ്പിൾ 0th സ്റ്റേറ്റിൽ നിന്നും 2 പോകണം, 2 6 പോകണം, 6 8 പോകണം, 8 നേരെ 0 പോകണം. അപ്പോൾ ഈ ട്രാൻസിഷൻ നടക്കാനുള്ള കൗണ്ടറും ചോദിക്കാം. അപ്പോൾ എന്താണ്? സെയിം ഇതുപോലെ തന്നെ പ്രസൻറ്റ് സ്റ്റേറ്റും നെക്സ്റ്റ് സ്റ്റേറ്റും അപ്പ് കൗണ്ടുന്നത് പോലെ 0 കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പർ എഴുതാം, 2 കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പർ എഴുതാം, 6 കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പർ എഴുതാം, 8 കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പർ എഴുതാം. ഇത് വെച്ചിട്ട് ടേബിൾ ഡെവലപ്പ് ചെയ്യുക, കെ മാപ്പ് സോൾവ് ചെയ്യുക, ഡയഗ്രാം വരയ്ക്കുക. സിമ്പിളാണ്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ കോൺസെപ്റ്റ്സ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. സോ ഈസിലി ഈ ഒരു മോഡ്യൂളിൽ നിന്ന് നിങ്ങൾക്ക് ഷുവർ ആയിട്ടും ക്വസ്റ്റ്യൻസ് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയ ആണ്. സോ പ്രാക്ടീസ് വെൽ. താങ്ക് യു. ഫോർ നെക്സ്റ്റ് വീഡിയോയിനകത്ത് നമ്മൾ വീണ്ടും അടുത്ത മോഡ്യൂൾ, ലാസ്റ്റ് മോഡ്യൂളിൻ്റെ ഡീറ്റെയിൽ സൊല്യൂഷനായിട്ട് വീണ്ടും വരും. സോ ടിൽ ദെൻ താങ്ക് യു.